ഹലോ, ഗുഡ് മോർണിംഗ്. സത്യം പറഞ്ഞാൽ ഇതെൻ്റെ രണ്ടാമത്തെ ഗുഡ് മോർണിംഗ് ആട്ടോ. ഞാൻ രാവിലെ എണീറ്റു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെയും വന്ന് കിടന്നതാണ്. ഇവിടെ അച്ഛനും അമ്മയ്ക്കൊക്കെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെയും വന്ന് കിടന്നു. അപ്പോൾ ഇന്ന് എന്തായാലും സൺഡേ ആണല്ലോ, അല്ലുവിനും അബിയേട്ടനൊന്നും പോകാനില്ല. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗ് ആവാമെന്ന് കരുതി. രണ്ടാൾ എണീറ്റിട്ടില്ല. രണ്ടാൾ എണീറ്റിട്ട് വേണം മീനോ ചിക്കനോ എന്തെങ്കിലും പോയി വാങ്ങി വന്നിട്ട് ലഞ്ചിനുള്ള പണി നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ വേറെ പണിയൊന്നും ഇല്ലല്ലോ, കുറച്ച് ഹെയർ കെയർ ഒക്കെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇത് ഉലുവ, അലോവേര, വെളിച്ചെണ്ണ മൂന്നും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. നല്ല എഫക്റ്റീവാണ്. പേഴ്സണലി ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നതിനോണ്ട് എനിക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള സാധനമാണ്. ഇതുവരെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഉലുവയും അലോവേരയും തലയ്ക്ക് നല്ല തണുപ്പ് തരുന്നതാണ്. ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് ഇതൊക്കെ തേച്ച് കഴിഞ്ഞിട്ടൊരു കുളി നല്ല സുഖമാണ് തലയ്ക്ക്. പിന്നെ ജലദോഷം, ശ്വാസം മുട്ടൽ അങ്ങനെയൊക്കെ ഉള്ളവർ യൂസ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കറക്റ്റ് എനിക്ക് അറിഞ്ഞോട്ട്, ചിലപ്പം തണുപ്പായതുകൊണ്ടായിരിക്കും. എന്തൊക്കെയായാലും എനിക്ക് പേഴ്സണലി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. മുടി കൊഴിച്ചിലിനും മുടി ലെങ്ത്തിനും എല്ലാത്തിനും നല്ലതാണ്. അപ്പം സാധാരണ ഇതൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ട് ബാക്കി എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി അബിയേട്ടനെ കടയിലേക്ക് പറഞ്ഞു വിട്ടു. അബിയേട്ടനും എണീറ്റപ്പോൾ പിന്നെ അല്ലു എണീറ്റ് വന്ന്. ഒറ്റയ്ക്ക് മേലെ കിടക്കാൻ പേടിയാട്ടോ ആക്കുക, അതുകൊണ്ട് വേഗം എണീറ്റ് വരും. നല്ല കുട്ടിയെ ബ്രഷൊക്കെ ചെയ്ത് ബാത്റൂമിലൊക്കെ പോയിട്ടേ താഴേക്ക് വരുള്ളൂ കേട്ടോ. പക്ഷേ മുഖം കഴുകില്ല, ആ ഒരു കുഴപ്പമേ ഉള്ളൂ. അപ്പോൾ താഴെ വന്നിട്ട്, ഇത് ഞങ്ങൾ ഡെയിലി റുട്ടീനാട്ടോ, താഴെ വന്നിട്ടേ മുഖം കഴുകാറുള്ളൂ. പിന്നെ വെള്ളയപ്പമാണ് നല്ലുവിന് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഇത് കഴിക്കാമെന്ന് പറഞ്ഞൊരു വലിയ ടാസ്ക്കാണ് കേട്ടോ. ആ കണ്ട എക്സ്പ്രഷൻ ഒന്നും നോക്കണ്ട, അത് കഴിച്ച് കഴിയണമെങ്കിൽ ഒരു വലിയ കടമ്പ തന്നെയാണ്. അപ്പോഴേക്കും അബിയേട്ടൻ വന്ന്, ഇനിയിപ്പോൾ അബിയേട്ടനുള്ളതും കൂടെ വെള്ളയപ്പം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. നേരത്തെ രാവിലെ എനിക്കും അമ്മയ്ക്കും അച്ഛനുള്ളത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു. രണ്ടാളും എണീറ്റ് കഴിഞ്ഞിട്ട് മെല്ലെ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അബിയേട്ടനും കൂടെ ഉള്ളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞ് ഇനി ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഈ വെള്ളപ്പം കൊണ്ട് എൻ്റെ മോ ഇനി എത്ര നേരം ഇരിക്കും, വേണമെങ്കിൽ വൈകുന്നേരം വരെ ഇരിക്കാൻ പറ്റിയാൽ അല്ലു ഇനി അങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഇടയിൽ അടിയും കുത്തും ചവിട്ട് നാടകം വരെ കഴിയും. എന്നാലേ ആ ഒരു കഷ്ണം വെള്ളപ്പം ഒന്ന് വയറ്റിലേക്ക് പോവുകയുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിപ്പിച്ച് കഴിഞ്ഞ് ഇനി കടയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. ഇതൊക്കെ ഇപ്പം ഒരു തൽക്കാലം ഞാനിപ്പോൾ ഇതൊക്കെ സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കുകയാണ്. എന്നൊരു മൂടില്ല ഇതൊന്നും എടുത്ത് വെക്കാനൊന്നുള്ള, നല്ല തലവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം എല്ലാം കൂടെ എടുത്ത് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചു. ഇനി സൗകര്യം പോലെ എടുത്ത് ബോട്ടിലേക്കൊക്കെ മാറ്റും. അപ്പോൾ അതുവരെ അതൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ. പിന്നെ ഇനി ചിക്കൻ കറിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അപ്പോൾ എന്തായാലും കറിയിലേക്കുള്ള പണികളൊക്കെ നോക്കാമെന്ന് കരുതി ചിക്കനൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടു. പിന്നെ ഇന്ന് കറി മാത്രമേ ഉള്ളൂ, ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരുപാട് സാധനങ്ങളൊന്നും ആക്കുന്നില്ല. ചിക്കൻ കറി, അച്ചാറ്, തൈര്, പപ്പടം, ഇന്ന് അത് മാത്രം വെച്ചിട്ട് ഇവരെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. നല്ല തലവേദന ഉണ്ട്, മൈഗ്രെയിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ഈ തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കിടന്ന് തന്നെ തീർക്കണം. നല്ലൊരു ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ രാവിലെ എടുത്ത് വെച്ച അലോവേരേൻ്റെ കുറച്ച് കഷ്ണം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ നല്ല സുഖമുണ്ട് തണുപ്പായിട്ട് എടുത്ത് തേക്കാൻ. അപ്പോൾ കുറച്ച് അതൊക്കെ എടുത്ത് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പണിയിലേക്ക് തന്നെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ എളുപ്പപ്പണിക്ക് ഇന്ന് കുക്കറിലാണ് വെക്കുന്നത്. ഞങ്ങൾ സാധാരണ പുറത്ത് അടുപ്പുണ്ട്, വിറകടുപ്പുണ്ട്, അതിലാണ് സാധാരണ ചോറും കറിയും രണ്ടും അതിലാണ് വയ്ക്കൽ. ബാക്കിയുള്ളതൊക്കെ ഈ ഗ്യാസിൽ തന്നെയാണ് കേട്ടോ വയ്ക്കൽ. അപ്പോൾ ഇന്ന് നല്ല മടിയും തലവേദനയും ഉള്ള കാരണം ഇന്ന് ഞാൻ പുറത്തടുപ്പിലേക്കൊന്നും പോകുന്നില്ല. കുക്കറിൽ വെച്ചിട്ട് വേഗം പണി തീർക്കാൻ നോക്കുകയാണ്. അപ്പം തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് വെക്കുന്നത്. ഞങ്ങളവിടെ സാധാരണ വറുത്തരച്ചിട്ടുള്ള കറി തന്നെയാണ് അധികം വെക്കാറ്. പിന്നെ ഇപ്പോഴാണ്, അതായത് അല്ലുവിന് ഈ ടേസ്റ്റുകളൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ വേറെ റെസിപ്പീസൊക്കെ മാറ്റി പിടിക്കുന്നത്. അല്ലുവിന് കടായി ചിക്കൻ, ഈ വരട്ടിയിട്ടുള്ള ചിക്കൻ്റെ സാധനങ്ങളൊക്കെ അല്ലുവിന് പിന്നെ ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോഴാണ് കുട്ടിക്ക് ഈ ടേസ്റ്റുകളെ വ്യത്യാസങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയ സമയം മുതലാണ് ഞങ്ങളിവിടെ വേറെ ഡിഷസൊക്കെ നോക്കുന്നത് കേട്ടോ ചിക്കനെ കൊണ്ട്. മറ്റേ ഞങ്ങൾ വെറും തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി മാത്രമേ ഇവിടെ വെക്കലുള്ളൂ. കാരണം അതേ അറിയുള്ളൂ, വേറെ ഒന്നിലേക്കും ട്രൈയും ചെയ്യലില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചൊരു തറവാടില്ലായിരുന്നു, ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കണ്ടുപഠിച്ചത് ഇവിടെ വന്നിട്ട് കണ്ടിന്യൂ ചെയ്തു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇവിടെ വന്നിട്ട് വേറെ മാറ്റി പിടിക്കാനൊന്നും ഞങ്ങൾ നിന്നില്ല, അതേ തന്നെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് അതിനങ്ങനെ അടുപ്പത്ത് കയറ്റി ഇനി അത് ഒരു വിസിലേ വെക്കുകയുള്ളൂ കേട്ടോ. ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് കാണാം. അപ്പോഴേക്കും ഇനി തേങ്ങ ചിരവണമല്ലോ. ഏറ്റവും മടിയുള്ളൊരു പണിയാണ് എനിക്ക് തേങ്ങ ചിരവാന്ന് വരുന്നത്. അതിനാണ് ഈ അബിയേട്ടനെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ വേഗം വന്നിട്ട് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ 3 ദിവസമായിട്ട് ജിമ്മിന് പോകുന്നതിൻ്റെ കൈക്കൊക്കെ നല്ല വേദനയാണെന്ന് പറഞ്ഞിട്ട് ആ കിടക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് അല്ലു വന്നത്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കൊടുക്കാനുള്ള പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തു കൊടുത്തു, വറവിടാൻ എടുക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ പോക്കി തരാൻ പറഞ്ഞിട്ട് അവിടെ ഇരുത്തി. അപ്പോഴേക്കും ഇന്ന് ടി വിയിൽ ആവേശം ഫിലിം ഉണ്ട്,
കല്ലുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിമാണ് ആവേശം. അപ്പം ചെറിയുള്ളിയൊക്കെ അവിടെ ഇട്ട് എല്ലാം താഴെ ഇട്ടിട്ട് മൂപ്പരൊരു പോക്ക് അങ്ങോട്ട് പോയി ആവേശം കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അത് കഴിയുന്ന വരെ അങ്ങനെ ഒരു കുട്ടി വീട്ടിൻ്റെ അകത്ത് ഉണ്ടോയെന്നും കൂടി അറിയില്ല കേട്ടോ. പാപ്പ അവിടെ ഇരുന്നത് കണ്ടോളൂ, അത്രയ്ക്ക് ഇഷ്ടമാണ് ആ ഫിലിം. അപ്പം കറീൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പോൾ വറവ് ഇടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ തേങ്ങയൊക്കെ കലക്കി ഒഴിച്ച് ഇനിയിപ്പോൾ വറവ് ഇട്ട് കഴിഞ്ഞാൽ കറി സെറ്റ്. പിന്നെ ഇപ്പോൾ വേറെ പണിയൊന്നുമില്ല, വേഗം പോയിട്ടൊരു കുളി പാസ്സാക്കി ഫുഡും കഴിച്ച് ടാബ്ലറ്റ് കഴിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങണം. കിടന്നുറങ്ങിയാൽ മാത്രമേ ഈ തലവേദനയൊന്നും ആക്കാവുള്ളൂ. അതുകൊണ്ട് വേറെ ട്രീറ്റ്മെൻറ്റിനൊന്നും പോവലില്ല കേട്ടോ. നല്ലൊരു ഉറക്കം ഉറങ്ങി എണീറ്റാൽ തന്നെ മൈഗ്രെയിനിന് നല്ല സമാധാനം ഉണ്ടാവും. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് അനുഭവിക്കുന്നതായതുകൊണ്ട് എനിക്കറിയാം കറക്റ്റ്. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു, കിച്ചണൊന്ന് അടിച്ച് വാരി തുടച്ച് കഴിഞ്ഞാൽ താഴത്തെ എല്ലാ പണിയും കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മേലെ പോയി കഴിഞ്ഞ് ഇനി ഞാൻ വൈകുന്നേരമേ താഴേക്ക് ഇറങ്ങുള്ളൂ. എന്തായാലും കിച്ചൺ അപ്പോൾ ക്ലീനൊക്കെ ആക്കിയിട്ട് ഞാൻ എന്തായാലും കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ കുളി കഴിഞ്ഞ് തിരിച്ച് വന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല സമയമായി പോയി ഫുഡൊക്കെ കഴിക്കാൻ. അതുകൊണ്ട് കഴിക്കുന്നൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കഴിക്കലൊക്കെ കഴിഞ്ഞു, എല്ലാം ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഉച്ചപ്പണികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചായ കാച്ചാനാവുമ്പോഴേ ഇനി അടുക്കളേൻ്റെ ഏരിയയിലേക്ക് പോവുള്ളൂ. അതുവരെ ഇനി റെസ്റ്റ്. അപ്പോൾ പറഞ്ഞു വൈകുന്നേരം കാണാൻ ഗായ്സ് എന്ന് പറഞ്ഞ ആളിവിടെ അടുത്ത അമ്പലത്തിലൊരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അമ്മൻ്റെ കൂടെ അങ്ങോട്ടേക്ക് പോയി. അബേട്ടനാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയി. അപ്പോൾ പിന്നെ ഇനി പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ മാത്രമുള്ളതൊന്നുമില്ല. മറ്റേ ചെടി നനയ്ക്കാനും മുറ്റം നനയ്ക്കാനും കല്ല് കൂടെ നടക്കുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ മാത്രമുള്ളതൊന്നുമില്ല. അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ രാത്രി വരെ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.